ഇപ്പൊ ഈ ദല്ലാൽ നന്ദകുമാർ കളങ്കിതനാണ്, അയാൾ ഒരു പവർ ബ്രോക്കറാണ്, അയാൾ പറയുന്നതിന് നമ്മൾ വിശ്വാസത്തിൽ എടുക്കണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ ഒരു ക്രോണോളജി നോക്കിയേ. അതായത് LDF കൺവീനറായി സ്ഥാനമേൽക്കുന്നു. ഈ CPM സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വൈദേക റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നു. അതിന് പിന്നീട് പാർട്ടി തന്നെ മറുപടി പറയുന്നു. അതിനുശേഷം അവിടെ IT റെയ്ഡ് നടക്കുന്നു. അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെയൊന്നും പാർട്ടിക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ല. ഈ റിസോർട്ട് തുടങ്ങിയതിൽ പാർട്ടിക്ക് പ്രശ്നമില്ല, അതിൽ രാജീവ് ചന്ദ്രശേഖർ ഇൻവെസ്റ്റ് ചെയ്തതിൽ പ്രശ്നമില്ല, അവിടെ നടന്ന IT റെയ്ഡ് പാർട്ടിയുടെ പ്രശ്നമല്ല. ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാറുമായുള്ള ചങ്ങാത്തം ഈ കഴിഞ്ഞ ആഴ്ച വരെ പ്രശ്നമല്ല. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ചങ്ങാത്തം പാർട്ടി അറിയാതെയല്ല, പാർട്ടിക്ക് അറിയാം ആ ചങ്ങാത്തം ഉണ്ടെന്ന്. ഈ വിവാദം പുറത്തു വരുന്നവരെ പാർട്ടിക്ക് അത് പ്രശ്നമല്ല. അപ്പോൾ ഇതിലൊന്നും പ്രശ്നമല്ല പാർട്ടിക്ക്. പാർട്ടിയുടെ പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ എന്താണ് പാർട്ടിയുടെ പ്രശ്നം? ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ഒരു പവർ ബ്രോക്കറുമായി ഇനി കൂട്ടുകൂടരുത്. അത് മാത്രമാണ്, ഇനി കൂട്ടുകൂടരുത്. അതാണ് പ്രശ്നം. ഇങ്ങനെയല്ലേ മനസ്സിലാവേണ്ടത്? അങ്ങനെയല്ല അതിനെ വായിച്ചെടുക്കേണ്ടത്. വളരെ കൃത്യം. നിരാമയയുടെ സ്ഥാനം ഈ ടൂറിസം മേഖലയിൽ ആയുർവേദിക് റിസോർട്ടുകൾ നടത്തിപ്പിൽ വളരെ കൃത്യമായിട്ടുള്ള സുത്യർഹമായിട്ടുള്ള സേവനം നടത്തുന്ന ഒരു സ്ഥാനമാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നിരാമയെ പുകഴ്ത്തി പറയുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിരാമയ്ക്ക് ടൂറിസം രംഗത്ത് അതുകൊണ്ട് അതുപോലെ തന്നെ EP-യുടെ ഭാര്യയ്ക്കും മകനും നിക്ഷേപമുള്ള ഒരു സ്ഥാപനം, അതിൽ മഹാഭൂരിപക്ഷം നിക്ഷേപം മറ്റ് നിക്ഷേപകർക്കുണ്ട്. ആ നിക്ഷേപമുള്ള ഒരു സ്ഥാപനം നിരാമയുമായി ഏതെങ്കിലും തരത്തിൽ അവരുടെ നടത്തിപ്പ് അവകാശം നൽകി എന്നുള്ളത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അത് ഏറ്റെടുത്തു എന്ന് കരുതാനാവുമോ? കോർപ്പറേറ്റ് ലോകത്ത് നടക്കുന്ന ചില ഇടപെടലുകൾ എന്നുള്ളതിനപ്പുറം അതിനെ രാഷ്ട്രീയമായി നാം കാണേണ്ടതില്ല. ഒന്ന്. രണ്ട്, ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് നിരവധി സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും EP ജയരാജൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്റെ ഫാമിലിക്ക് നിക്ഷേപമുള്ള, എന്റെ ഫാമിലിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ BJP കേന്ദ്രമന്ത്രിയുടെ സ്ഥാപനം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു കളങ്കമാണ്. പാർട്ടിക്ക് അത് കളങ്കമുണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആ ഷെയർ വിറ്റൊഴിയാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞത് EP ജയരാജനാണ്. EP ജയരാജൻ അത് പ്രശ്നമായിട്ട് തോന്നിയിട്ടും പാർട്ടിക്ക് പ്രശ്നമായിട്ട് തോന്നില്ലേ? അല്ല, EP എടുക്കുന്ന നിലപാടുകൾ അത്തരത്തിൽ സത്യസന്ധതയുള്ളതാണ്. അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടാണ് അദ്ദേഹം അതൊക്കെ പറയേണ്ടി വരുന്നതും. തെരഞ്ഞെടുപ്പ് ദിവസം എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം ജാവ്ദേക്കറുമായിട്ട് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയെ പൊതുമധ്യത്തിൽ പറഞ്ഞു? അത് രാഷ്ട്രീയമായി CPM-നെ വെട്ടിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന അർത്ഥത്തിൽ വിമർശിക്കാൻ നമുക്ക് പറ്റുമെങ്കിലും അവിടെ പരിശോധിക്കപ്പെടേണ്ടത് അദ്ദേഹത്തിന്റെ നന്മയാണ്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? അദ്ദേഹം ആ നന്മയുടെ രീതിയിൽ അത് കൃത്യമായി അദ്ദേഹം പൊതുജനങ്ങളോട് സംവദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് മറച്ചു പിടിക്കാമായിരുന്നു. ജാവ്ദേക്കറുമായി ഞാൻ ചർച്ച നടത്തിയിട്ടില്ല എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അദ്ദേഹം അത് കൃത്യമായി പൊതുമധ്യത്തിൽ പറയുകയും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്യുന്ന അത്രയും സത്യസന്ധത, അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ അഭിനന്ദിക്കുകയാണ് ആ ഘട്ടത്തിൽ നാം കാണേണ്ടത്. അല്ലാതെ ജാവ്ദേക്കറുമായി 4 മിനിറ്റ് കൊണ്ട് ഈ കേരള രാഷ്ട്രീയത്തിലെ മുഴുവൻ കാര്യങ്ങളും ഡീൽ ചെയ്തു എന്ന UDF-ന്റെയും കോൺഗ്രസിന്റെയും ആരോപണം അത് ഒരു തരത്തിലും 4 മിനിറ്റാണല്ലോ അവിടെ ആ കൂടിക്കാഴ്ച ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും സംസാരിക്കാനുള്ള സാഹചര്യം ആ 4 അസ്കറിലെ പ്രശ്നം EP ജയരാജൻ എന്ന് പറഞ്ഞാൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പോയി കണ്ടു എന്നുള്ളതല്ല പ്രശ്നം. അത് LDF കൺവീനറാണ്. LDF കൺവീനർ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥാനമല്ല. ഒരുപക്ഷെ അത് ചെറിയ സ്ഥാനമാണെന്ന് വേറെ ആർക്കെങ്കിലും തോന്നുകയോ EP ജയരാജന് തന്നെ തോന്നിയാൽ പോലും LDF കൺവീനർ എന്ന സ്ഥാനം ചെറിയ സ്ഥാനമല്ല ഹസ്കർ. അല്ല, LDF കൺവീനറെ കണ്ടു എന്നുള്ളത് കൊണ്ട് എന്ത് രാഷ്ട്രീയ ഡീലുണ്ടാക്കാൻ കഴിയും? നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് 1 കൊല്ലം മുമ്പ് വന്ന അദ്ദേഹം കണ്ടു. 1 കൊല്ലത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ സ്ഥാനാർത്ഥികളെ, ഏതൊക്കെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ മത്സരിക്കുമെന്ന് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം ആരെയൊക്കെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന LDF കൺവീനർ മാത്രം തീരുമാനിച്ച കഴിയുന്ന കാര്യമാണോ? CPM മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമാണോ മുന്നണി സംവിധാനത്തിൽ? അപ്പോൾ അതൊക്കെ വെറും കെട്ടുകഥകളും ആരോപണങ്ങളും ഊഹാപോഹങ്ങളുമാണ്. അല്ലാതെ വളരെ കൃത്യമായി ഒരു പാറ്റേൺ പരിശോധിച്ചു തൃശ്ശൂരാണ് തൃശ്ശൂർ ഡീലാണ്. തൃശ്ശൂർ സുരേഷ് ഗോപി 3 വർഷം മുമ്പേ അറിയാം. സുനിൽകുമാർ അവിടെ തൃശ്ശൂർ CPI ആണ് മത്സരിക്കുന്നത്. നമുക്ക് തിരിച്ചറിയാം. 4-ാം തീയതി തിരിച്ചറിയാം.